വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാരൻസ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക ചെയ്യുക. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിക്കുന്ന ഒരു സൈറ്റാണ് ഇത്. ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും, അറിയാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ക്രോമിൽ pschool.in എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. pschool.in നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു ലിസ്റ്റാണ് വരിക. അപ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കളറിങ്, റൈറ്റിംഗ്, റീഡിങ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ആയാലും മാത്സ്, സയൻസ്, സോഷ്യൽ, പിന്നെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങളായാലും സുഡോക്കു ആയാലും അങ്ങനെ പല കാര്യങ്ങൾ, നമ്മുടെ മെമ്മറി പരീക്ഷിക്കുന്ന കാര്യങ്ങളായാലും വേർഡ് സെർച്ചിങ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കളറിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കളറിംഗ് ഫോർ ഫൺ മുതൽ സിമെട്രിക് ഫ്ലവർ വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ബോൾ സെലക്ട് ചെയ്യുകയാണ്. കളറിംഗ് ഫോർ ഫൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ബോളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബോൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ളത് വരും. ആ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബോളിന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ് കളറിങ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വേറെയും വരുന്നതായിരിക്കും, പിക്ചേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുള്ളതനുസരിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു കളറിങ് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് വേണമെന്ന് കുട്ടികൾക്ക് തീരുമാനിക്കാം. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കളറിങ്ങിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ പലതും വരയ്ക്കാം. അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പറ്റില്ല, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ്പിനായിട്ട് വീഡിയോസും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് റൈറ്റിംഗ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മുതൽ ഏതും റൈറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി അവിടെ ഐ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ട്രേസ് ചെയ്തിട്ട് ഓരോ ലെറ്റേഴ്സും എങ്ങനെ എഴുതേണ്ടത് എന്നൊക്കെ കുട്ടികൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് റീഡിങ്. ഒരുപാട് ഇംഗ്ലീഷ് സ്റ്റോറീസ് ആയാലും ഇംഗ്ലീഷ് പോയംസ് ആയാലും പാസേജസ് ആയാലും എല്ലാം ഈ ആപ്പിൽ അല്ലെങ്കിൽ ഈ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക, അവർക്ക് വായിക്കുക, എന്തും ചെയ്യാം. ഗ്രാമറുണ്ട്. ഗ്രാമറിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലുണ്ട്. അടുത്തത് വൊക്കാബുലറി ഉണ്ട്. വൊക്കാബുലറിയിൽ ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് വേർഡ് ഫോം ചെയ്യുക. അത് കൂടി ഇഷ്ടമുള്ള റേഞ്ച് വരെ എത്താം കേട്ടോ, ചെയ്ത്. അപ്പോൾ കുട്ടികൾക്ക് സ്വയം കണ്ടുപിടിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അടുത്തത് മാത്സ്. കൗണ്ട് ചെയ്യുന്നത് മുതൽ എല്ലാം ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എല്ലാ കാര്യങ്ങളും മാത്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ബിഗ്ഗസ്റ്റ് നമ്പേഴ്സും സ്മോളസ്റ്റ് നമ്പേഴ്സും പിക്ചർ പേഴ്സിലും ജിയോമെട്രിയും എല്ലാം ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാത്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഏത് കാര്യവും അവർക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ ഗുണം. അടുത്തത് ക്ലോക്കിൻ്റെത് ടൈം സെറ്റ് ചെയ്യാനും എഴുതാനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസ് ഉണ്ട്. സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് സോഷ്യൽ ഉണ്ട്. സോഷ്യലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. കുട്ടികൾക്ക് ഓരോ ഗ്രൂപ്പായിട്ട് ഈ സംഭവങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അതുപോലെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. സുഡോക്കു ഉണ്ട്. സുഡോക്കു വിത്ത് ഇമേജസ് ഉണ്ട്.
കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. വേർഡ് സെർച്ച് ഉണ്ട്, അതായത് അതിൽ ഹിൻഡ് തരും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ നിന്ന് നമ്മുടെ മൈൻഡ്, നമ്മുടെ മീൻസ് കുട്ടികളുടെ മൈൻഡിലെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. തമിഴുണ്ട്, മെമ്മറി ചെക്ക് ചെയ്യുന്ന സംഭവമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ആപ്പ് അല്ലെങ്കിൽ ഈ സൈറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടമാവും. ഒരുപാട് ആക്ടിവിറ്റീസ് സ്വയം മനസ്സിലാക്കി ചെയ്ത് പഠിക്കാൻ അവർക്ക് പറ്റും. കളിച്ചിട്ടും പഠിച്ചിട്ടുമാണ് അവരത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക.